കോഴിക്കോട് ബാലുശ്ശേരിയിലെ എരമംഗലം ക്വാറിക്കെതിരായ പ്രതിഷേധം ശക്തമാക്കി ജനകീയ സമരസമിതി. പ്രദേശവാസികൾ കല്ലുമായി പോയ ലോറികൾ തടഞ്ഞതോടെ സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ക്വാറി അടച്ചുപൂട്ടും വരെ സമരം തുടരുമെന്ന് നാട്ടുകാർ അറിയിച്ചു. ബാലുശ്ശേരി എരമംഗലത്തെ 7.5 ഏക്കർ ഭൂമിയിലാണ് ഖനനം. 4 വർഷമായി തുടരുന്ന പാറ പൊട്ടിക്കലിനെതിരെ സമരം തുടരുകയാണ് പ്രദേശവാസികൾ. ഉടമകൾ ഖനനം വർദ്ധിപ്പിച്ചതോടെ 22 ദിവസമായി തുടർച്ചയായ സമരത്തിലാണ് നാട്ടുകാർ. കോറി കൊണ്ടുള്ള ബുദ്ധിമുട്ടും ചില്ലറയൊന്നുമല്ല. വീടിൻ്റെ സ്ഫോടനം മാത്രമല്ല, സ്ഫോടനത്തിൻ്റെ സൗണ്ട് മാത്രമല്ല, 2-3-4 ഇറ്റാച്ചി, പിന്നെ ബ്രേക്കർ എന്ന് പറഞ്ഞ സാധനം, അത് വെച്ചിട്ട് രാവിലെ 6 മണി മുതൽ 6:30 വരെയുള്ള വർക്കിംഗ് ആണ്. ആ കൂട്ടത്തിൽ വണ്ടി കംപ്രസറും ആയിട്ടുള്ള ഇതും പിന്നെ പൊടിപടലും വേറെ. ഞാൻ എൻ്റെ മകള് പ്രസവിച്ചിട്ട് പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്കല്ല പോയത് ഇതിൻ്റെ ശബ്ദം കൊണ്ട്. സമീപത്തെ വീടുകൾക്ക് ഭീഷണിയുണ്ടെന്നും ക്വാറിയിൽ നിന്നുള്ള പൊടിയും ശബ്ദവും കാരണം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. വീട്ടിൽ ഒരു സമാധാനവും ഇല്ല. ഫുള്ള് മക്കൾക്കൊക്കെ ജലദോഷം. ഞങ്ങൾ ഡോക്ടർമാർക്ക് കാണിച്ചപ്പം ഷീറ്റ് ഒഴിവാക്കിയവർ ഇപ്പം നോട്ട് പുസ്തകം ആക്കിയത്. പൊടി പാറിയിട്ട് അലർജി വരിക, ശ്വാസം മുട്ട് പോലെ വരിക. ആ ഗുളിക കുടിക്കുമ്പോൾ നമ്മൾ കുറച്ച് കുറയും, വീണ്ടും ഇതേ അവസ്ഥ തന്നെയാണ് വരുന്നത്. ഒരു റോഡുമേൽ ഒരു വെള്ളം പോലും ഇവർ പാറ്റുന്നില്ല. രാവിലെ കല്ലുമായി വന്ന ലോറി തടഞ്ഞ സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എന്നാൽ നിയമങ്ങളെല്ലാം പാലിച്ചാണ് ക്വാറി പ്രവർത്തിക്കുന്നതെന്നും അടച്ചുപൂട്ടേണ്ടതില്ലെന്നുമാണ് ക്വാറി ഉടമകളുടെ വാദം. കോടതിയിൽ നിന്ന് പോലീസ് സംരക്ഷണവും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.